വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. വിചാരണ കോടതിയിലെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശവും വന്നിരിക്കുന്നു. ഒരു മാസത്തിനകം ഈ രേഖകൾ ഹാജരാക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സർക്കാരിന്റെ റിവിഷൻ ഹർജി ഹൈക്കോടതി ജനുവരിയിൽ പരിഗണിക്കുകയും ചെയ്യും. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രകാശ്, എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്? അഭിലാഷ്, ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. കേസിലെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ വിചാരണ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഇതിൽ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങൾ, ആ നടപടി സ്വീകരിച്ച അതിന്റെ രേഖകളെല്ലാം ഫയൽ മുഴുവൻ ഒരു മാസത്തിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഈ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും. നേരത്തെ കെ സുരേന്ദ്രനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി, ആ വിചാരണ കോടതിയുടെ നടപടി സ്റ്റേ കഴിഞ്ഞ തവണ തന്നെ നൽകിയിരുന്നു. ആ സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി. ആ സ്റ്റേ നടപടി വീണ്ടും തുടരുകയും ചെയ്യും. റിവിഷൻ ഹർജിയിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ എതിർ കക്ഷികൾക്ക് ഇനി മറുപടി നൽകാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. വിടുതൽ ഹർജി അംഗീകരിച്ച കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിന് ആണ് നിലവിലുള്ള സ്റ്റേ ഹൈക്കോടതി നീട്ടിയിട്ടുള്ളത്. പ്രതിപ്പട്ടികയിൽ നിന്ന് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ ഉത്തരവ് മതിയായ കാരണങ്ങളില്ലാതെയാണെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. നേരത്തെ ഇതേ വിഷയം തന്നെ അല്ലെ, ഇതേ സ്വഭാവമുള്ള വിഷയം തന്നെയാണല്ലോ കോടതിക്ക് മുന്നിൽ എത്തുകയും അങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നത്. ഈ കേസ് തന്നെയാണ് നേരത്തെ പരിഗണിച്ചപ്പോൾ, സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചപ്പോഴാണ് സ്റ്റേ ചെയ്തത്. ആ സ്റ്റേ കണ്ടിന്യൂ ചെയ്തു. ആ സ്റ്റേ തുടരുക മാത്രമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, ഏതായാലും ഇതിനകത്ത് സി എൻ പ്രകാശ്, സർക്കാരിന്റെ വാദം, സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാദം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള സമയങ്ങളിലും ഇനിയുള്ള ബാക്കിയുള്ള മണിക്കൂറുകൾ പോലും ഉന്നയിക്കാൻ നേതാക്കന്മാർക്ക് പറ്റിയേക്കും. കാരണം UDF ഭാഗം നിന്നൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണല്ലോ ഈ വിഷയത്തിനകത്ത് സർക്കാർ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ടത്. എത്രത്തോളം ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെല്ലാം വാദങ്ങളാണ് സർക്കാരിന്റെ അപ്പീലിൽ ഉണ്ടായിരുന്നത്? പ്രതിപ്പട്ടികയിൽ നിന്നും കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കിയ ഉത്തരവ് മതിയായ കാരണങ്ങളില്ലാതെയാണെന്നാണ് സർക്കാരിന്റെ അപ്പീലിലെ പ്രധാനപ്പെട്ട വാദം. ഒപ്പം കെ സുരേന്ദ്രനെതിരെ ദളിത് പീഡനക്കുറ്റം ചുമത്താൻ തെളിവുകളുണ്ട് എന്നും സർക്കാർ വാദിക്കുന്നു. അനുചിതമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ നടപടിയെന്നും സുപ്രീം കോടതി ഉത്തരവിനും വിരുദ്ധമാണ് വിചാരണ കോടതിയുടെ ഉത്തരവെന്നും സർക്കാരിന്റെ അപ്പീലിൽ പറയുന്നുണ്ട്. വിടുതൽ ഹർജിയിൽ വിചാരണ കോടതി നടത്തിയത് വിചാരണയ്ക്ക് സമാനമായ നടപടിക്രമങ്ങളാണ്, ഇതും നിയമവിരുദ്ധമാണ് എന്ന് സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കെ സുരേന്ദ്രനെതിരെ പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ കോടതി പരിഗണിച്ചില്ല. സാക്ഷിമൊഴികൾ വിലയിരുത്തുന്നതിലും വിചാരണ കോടതിക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പ്രധാനമായും ആരോപിക്കുന്നത്. ഈ അപ്പീലിൽ സമയപരിധി കഴിഞ്ഞ് കുറ്റം ചുമത്താനാവില്ലെന്ന വ്യവസ്ഥ കോഴക്കുറ്റത്തിൽ ബാധകമല്ലെന്നും സർക്കാർ നൽകിയിട്ടുള്ള ഈ റിവിഷൻ ഹർജിയിൽ പ്രധാനമായും വാദങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ കാസർഗോഡ് സെഷൻസ് കോടതി ഉത്തരവ് നേരത്തെ തന്നെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അത് തുടരുന്ന സാഹചര്യമാണുള്ളത്. ഒപ്പം ഈ വിശദാംശങ്ങൾ ഒരു മാസത്തിനകം ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ജനുവരിയിൽ വീണ്ടും ഇതിന്റെ വിചാരണ ആരംഭിക്കുകയും ചെയ്യും. വീണ്ടും പാലക്കാടേക്ക് പോകുമ്പോൾ